വെഞ്ഞാറമൂട് കൂട്ടക്കൊലയ്ക്ക് പ്രകോപനമായത് കടം ചോദിച്ച പണം കിട്ടാത്തതുകൊണ്ടെന്ന് അഫാന്റെ ഉമ്മ ഷെമീനയുടെ മൊഴി. കൊലപാതകത്തിന്റെ തലേദിവസം രാത്രി അഫാൻ ബന്ധുവിനോട് 50,000 രൂപ കടം ചോദിച്ചു. കേണപേക്ഷിച്ചിട്ടും ബന്ധുക്കൾ അപമാനിച്ചുവെന്ന് ഷെമീന പറയുന്നു. ഇളയ മകനോടൊപ്പം അഫാൻ ആത്മഹത്യാ വീഡിയോകൾ കണ്ടിരുന്നുവെന്നും ഷെമീനയുടെ മൊഴിയുണ്ട്. വിവരങ്ങളുമായി സുനീഷ ചേരുന്നുണ്ട്. സുനീഷ, ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഈ ഉമ്മ മൊഴിയായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ആത്മഹത്യയെക്കുറിച്ച് നേരത്തെ അഫാൻ ചിന്തിച്ചിരുന്നു എന്ന സൂചന കൂടി നൽകുന്നുണ്ട്. ഈ 35 ലക്ഷം രൂപ കടം വന്ന വിവരം റഹീമിനെ അറിയിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നതും. എന്തൊക്കെയാണ് ഉമ്മയുടെ മൊഴിയിലുള്ളത്? അരുൺ, അഫാൻ ഈ കൊലപാതകമൊക്കെ നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന കണ്ടെത്തലിലേക്ക് തന്നെയാണ് പോലീസ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി നേരത്തെ തന്നെ ഈ ഉമ്മ ഷെമീനയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണയൊക്കെ തന്നെയും മൊഴി രേഖപ്പെടുത്തുമ്പോൾ ഈ ഉമ്മ പറഞ്ഞിരുന്നത് ആ കട്ടിലിൽ നിന്ന് വീണാണ് തനിക്ക് ഈ പരിക്ക് പറ്റിയത് എന്നതടക്കമുള്ളതായിരുന്നു. ആ വിഷയത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ മൊഴിയിൽ നിന്ന് മാറാൻ അവർ തയ്യാറായിരുന്നുമില്ല. പക്ഷേ ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് കിളിമാനൂർ പോലീസ് ഈ ഉമ്മയുടെ മൊഴി എടുക്കുന്നത്. ഈ ഉമ്മയോട് ഈ വിഷയങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം, അതായത് ഇളയ മകനടക്കം കൊല്ലപ്പെട്ടു എന്ന വിവരം പറഞ്ഞതിന് ശേഷമാണ് ഉമ്മ ഇപ്പോൾ ഈ വിവരം പറയാൻ തയ്യാറായത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഉമ്മ പറഞ്ഞിരിക്കുന്ന മൊഴി ഇങ്ങനെയാണ്. നേരത്തെ തന്നെ, അതായത് 50,000 രൂപ ഈ ബന്ധുവീട്ടിൽ, നേരത്തെ ചുള്ളാലത്തെ ഈ 2 പിതാവിന്റെ സഹോദരനെയും സഹോദരന്റെ ഭാര്യയും കൊലപ്പെടുത്തിയിരുന്നു. ഇവരോട് 50,000 രൂപയ്ക്ക് ആവശ്യപ്പെട്ടിരുന്നു എന്നതാണ്. പക്ഷേ ഈ 50,000 രൂപ കടമായി ചോദിച്ചപ്പോൾ ബന്ധുക്കൾ കളിയാക്കുന്ന തരത്തിലേക്ക്, അപമാനിക്കുന്ന തരത്തിൽ സംസാരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് എന്നതാണ്. ഒപ്പം തന്നെ പണം നൽകാൻ സമ്മതിച്ചില്ല, മോശമായി അഫാനോട് സംസാരിക്കുന്ന സ്ഥിതിയും ഉണ്ടായി. ഇത് അഫാനെ പ്രകോപിപ്പിച്ചു എന്നതാണ് ഈ ഉമ്മയുടെ മൊഴിയിൽ പ്രധാനമായും പറയുന്നത്. ഈ അപമാനവും ഒപ്പം തന്നെ പണം കിട്ടാത്തതും കൊലപാതകത്തിന് കാരണമായി എന്നുള്ളതാണ്. അതായത് ഉമ്മ പറയുന്നത് ഈ പ്രകോപനം അന്ന് രാവിലെയും, അതായത് ഇതിന്റെ തലേ ദിവസമാണ് പണം ചോദിക്കുന്നത്. പക്ഷെ കൊലപാതകം ചെയ്യുന്ന അന്ന് രാവിലെയും ഈ പണം ചോദിച്ച് അഫാൻ ഫോൺ വിളിച്ചിരുന്നു. പക്ഷെ പണം തരില്ല എന്ന് ഉറപ്പിച്ചു പറയുകയായിരുന്നു ബന്ധുക്കൾ എന്നതാണ്. അതിന്റെ വൈരാഗ്യം തീർക്കാൻ എല്ലാവരെയും കൊല്ലാം എന്ന രീതിയിലേക്ക് അഫാൻ എത്തുന്നു എന്നതാണ്. അതിന്റെ ഭാഗമായി പിന്നാലെ തന്നെ ഈ ഉമ്മയെ ഉപദ്രവിച്ചു എന്നതാണ് ഉമ്മ പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ഷാളിട്ട് പിറകിൽ നിന്നും മുറുക്കി വീഴ്ത്തുകയായിരുന്നു എന്നതാണ് ഉമ്മ പറയുന്നത്. പിന്നീട് ഒന്നും ഓർമ്മയില്ല എന്നും പറയുന്നു. അതായത് ബോധം കെടുകയായിരുന്നു. പിന്നീട് മനസ്സിലാകുന്നത് ഈ പോലീസുകാരൊക്കെ ചേർന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴാണ് എന്നതാണ് ഉമ്മ നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്നത്. അതിനുശേഷം പോലീസുകാരൊക്കെ പിന്നീട് പറഞ്ഞപ്പോഴാണ് അനുജനെയും ഈ അഫാന്റെ അനിയനെയും ഈ പിതാവിന്റെ സഹോദരനെയും ഭാര്യയും ഉമ്മയും ഒക്കെ കൊന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഉമ്മ അറിയുകയും ചെയ്യുന്നത്. ഏതായാലും നേരത്തെ തന്നെ ഈ കടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണം ചോദിച്ച് കടമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ആത്മഹത്യ ചെയ്താലോ എന്ന ആലോചന ഇവർ നടത്തിയിരുന്നു എന്നത് കൂടി ഉമ്മ പറയുന്നുണ്ട്. കൂട്ട ആത്മഹത്യക്ക് പോലും ആലോചിച്ചിരുന്നു എന്നതാണ് പറയുന്നത്. ഒപ്പം തന്നെ അനുജനുമായി, അതായത് അഫാൻ അനുജനുമായി ഈ ആത്മഹത്യയുടെ വീഡിയോ അടക്കം കണ്ടിരുന്നു എന്നതും ഉമ്മയുടെ മൊഴിയിൽ പറയുന്നുണ്ട്. അരുൺ, ഓക്കെ, എന്തായാലും ആ മൊഴികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആത്മഹത്യയിലേക്കും കൊലപാതകത്തിലേക്കും ഒക്കെ നയിക്കാൻ എന്താണ് പ്രേരണയായത് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ മോട്ടീവിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കുറച്ച് ക്ലാരിറ്റി വരുന്നു. ഈ ഉമ്മയുടെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതുമാണ്. ഇപ്പോൾ നേരത്തെ ഈ അഫാൻ തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല എന്ന മൊഴിയാണ് നൽകിയത് ഈ ഉമ്മ. കട്ടിൽ നിന്ന് വീണതാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് ആ ഉമ്മ മൊഴിയിൽ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വിശദമായി തന്നെ പറയുന്നു. അഫാൻ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണ് എന്നാണ് പറയുന്നത്. മാത്രവുമല്ല, ഈ അഫാൻ്റെ ഉമ്മ അഫാനെ പോലീസ് വെറുതെ വിടുമോ എന്ന് ചോദിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ കേട്ടത്. അതെങ്ങനെയാണ് സാധ്യമാവുക, അല്ലേ?